ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പ്രഭാസ് കേന്ദ്ര കഥാപാത്രത്തിന്റെ ഏറ്റവും പുതിയ തെലുങ്ക് ചിത്രമായിട്ടുള്ള ദി രാജാസാബ് എന്ന് പറയുന്ന സിനിമ ഇന്ന് തിയേറ്ററിലോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. സമ്മിശ്ര അഭിപ്രായങ്ങൾ സ്വന്തമാക്കിയ ചിത്രം ബോക്സ് ഓഫീസിൽ വൻ കളക്ഷൻ കുതിപ്പ് നടത്തുകയാണ്. ചിത്രത്തിന്റെ റിലീസിന് ശേഷം ദുരന്തർ എന്ന് പറയുന്ന ഹിന്ദി സിനിമയുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ ധൈര്യ ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് നമുക്ക് പ്രഭാസിന്റെ രാജാസാബ് എന്ന് പറയുന്ന സിനിമയുടെ ആദ്യ കളക്ഷൻ റിപ്പോർട്ടുകൾ പരിശോധിക്കാം. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിനിമാ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. റിബസ് സ്റ്റാർ പ്രഭാസിനെ കേന്ദ്ര കഥാപാത്രയ്ക്ക് മാരുതി അണിയിച്ചൊരുക്കിയ ചിത്രമാണ് ദി രാജാസാബ് എന്ന് പറയുന്ന സിനിമ. ചിത്രത്തിൽ പ്രഭാസിനോടൊപ്പം തന്നെ മാളവിക മോഹൻ, നിധി അഗർവാൾ, ഋതിക് കുമാർ, സഞ്ജയ് ദത്ത്, ബൊമാൻ ഇറാനി, സെറീന ബഹാബ് തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രത്തെത്തുന്ന ചിത്രം കോമഡി ഹൊറർ റൊമാൻറ്റിക് വിഭാഗത്തിൽപ്പെടുന്ന ചിത്രമായിരുന്നു. എന്തൊക്കെയാണ് പൊങ്കൽ റിലീസായിട്ട് ഇന്ന് തിയേറ്ററിലെത്തിയ ചിത്രത്തിന് സമ്മിശ്ര അഭിപ്രായങ്ങൾ മാത്രമാണ് സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നത്. ഒരു പ്രഭാസ് ചിത്രത്തിന്റെ വലിയൊരു ബുക്കിങ്ങോ കളക്ഷനോ ഒന്നും തന്നെ ചിത്രത്തിന്റെ ആദ്യ ഷോയ്ക്ക് ശേഷം സ്വന്തമാക്കാൻ സാധിക്കുന്നില്ല. ഒരുപക്ഷെ ചിത്രം ബോക്സ് ഓഫീസ് പരാജയമാകാനും സാധ്യതകളുണ്ട്. നിലവിൽ ചിത്രത്തിന്റെ ആദ്യ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ഏകദേശം 30 മുതൽ 45 കോടിക്കടുത്തുള്ള തുക മാത്രമാണ് ചിത്രം വേൾഡ് ബോക്സ് ഓഫീസിനായിട്ട് സ്വന്തമാക്കുന്നതെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. അതേസമയം ചിത്രത്തിന് തെലുങ്ക് പതിപ്പിന് വൻ ചലനങ്ങൾ തന്നെ സൃഷ്ടിക്കാൻ സാധിക്കുന്നുണ്ട്. ഇന്ന് വിജയ് ചിത്രം ജനനായകൻ റിലീസിനെത്താത്ത രാജാസാബിന് ഉപകാരമായി എന്ന് വേണമെങ്കിൽ പറയാം. എന്തൊക്കെയാണ് ചിത്രം വരും ദിവസങ്ങളിൽ ഇതേ കളക്ഷൻ നിലനിർത്തുമോ അല്ലെങ്കിൽ വീക്കെൻഡിൽ ചിത്രത്തിന്റെ ഗതി മാറി മറിയോ എന്നൊക്കെ കണ്ടു തന്നെ അറിയാം. അപ്പം രാജാസാബ് എന്ന് പറയുന്ന പ്രഭാസ് ചിത്രം നിങ്ങൾ ഇതിനോടൊപ്പം തന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടാവും.